പ്രസന്ന അശോകൻ നമുക്കൊപ്പം അതിഥിയായി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീമതി പ്രസന്ന അശോകൻ, ഹലോ. കേൾക്കാം. ഞാൻ ചോദിച്ചത്, ഇപ്പം താങ്കൾ ഈ പറയുന്ന ഈ ഫ്ലാറ്റിൽ, ഈ ക്യാപിറ്റൽ ഫ്ലാറ്റിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? 4 വർഷമായി. എന്നാണ് ഈ താങ്കൾ പരാതി കൊടുത്തിട്ടുണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്? കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പാർട്ടിയുടെ ആൾക്കാർ അപേക്ഷയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്ലാറ്റിലുള്ളവരല്ല ഈ പേരുകളൊന്നും പറഞ്ഞിട്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുമ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തല്ലേ? എലക്ഷൻ. അതെ. സുരേഷ് ഗോപി മത്സരിച്ച സമയത്ത്. അതെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾക്ക് ഈ എസ് അജയ്കുമാർ എന്നുള്ള ആരെങ്കിലും പരിചയമുണ്ടോ? താങ്കളുടെ ആരെങ്കിലും ആണോ എസ് അജയ്കുമാർ? അല്ല. സുധീറിനെ അറിയാമോ താങ്കൾക്ക്? ഇല്ല, അറിയില്ല. സുകേഷ്, ഹരിദാസൻ? ഇല്ല, അവരൊന്നും അറിയില്ല. മനീഷ് MS, മുഖിയമ്മ, ഇവരെ അറിയാമോ? ഇല്ല. സൽജേനിയും അറിയില്ല? ഇല്ല. അവിടെ ഈ പറയുന്ന ഈ അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റിൽ താങ്കൾ വാങ്ങിയതാണോ അതോ വാടകയ്ക്ക് താമസിക്കുകയാണോ? ഞങ്ങൾ റെന്റിനാണ്. അപ്പൊ ഈ റെന്റിന് 4 വർഷമായി ഇവിടെ ഞങ്ങള്. മനസ്സിലായി. ഇപ്പൊ ഇതിന്റെ ഉടമയുടെ ഈ പറഞ്ഞ പേരുകള് നിങ്ങളുടെ ഈ റെന്റിന് തന്ന ആളുണ്ടാവുമല്ലോ, ഈ ഫ്ലാറ്റിന്റെ ഉടമ, അവരുടെ ആരുടെയെങ്കിലും ബന്ധുക്കളാണോ? അങ്ങനെ അറിയോ? ചോദിച്ചിരുന്നോ? ഓ അല്ല. അവരുടെ ആരുമല്ല. ഈ ഫ്ലാറ്റിന്റെ ഉടമയുടെ പേരെന്താണ്? ഞാൻ ചോദിച്ച പേരുകളിൽ ആരെങ്കിലും ഉണ്ടോ? പ്രിയ. ഇല്ല. ഉടമയുടെ പേര് പ്രിയ വിദ്യാധരൻ എന്നാണ്. അവരോട് സംസാരിച്ചിരുന്നോ ഇതിനെ കുറിച്ചിട്ട്? ഇല്ല. അവർക്കറിയില്ല അല്ലേ? ഇല്ല, അവർക്കറിയില്ല. അപ്പം എപ്പോഴാണ് ഇങ്ങനെ നിങ്ങളുടെ ഈ അഡ്രസ്സിൽ ഇങ്ങനെ കുറെ ആൾക്കാരെ പേര് ചേർത്തിട്ടുണ്ട് എന്ന് ആദ്യമായിട്ട് ചേച്ചി അറിയുന്നത് എപ്പോഴാ? കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്താണ് അറിഞ്ഞത്. അപ്പം പരാതി കൊടുത്തു. എന്നിട്ട് പരാതി കൊടുത്തതിന് ശേഷം ആരെങ്കിലും വന്ന് ചോദിച്ചിരുന്നോ? ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ചേച്ചിയോട് എന്തെങ്കിലും ചോദിക്കാനൊക്കെ വന്നിരുന്നോ വീട്ടിലേക്ക്? ഇല്ല, ആരും വന്നിട്ടില്ല. ഒരാളും പരാതി കൊടുത്തിട്ട് ഒരാളും വന്ന് ചോദിച്ചില്ല? ഇല്ല, പാർട്ടിയുടെ ആൾക്കാരാണ് വന്നിട്ട്, അവർക്കാണ് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തത്. പിന്നെ ആരും അതിനെ പറ്റിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇല്ല അല്ലേ? ശരി, വളരെയധികം നന്ദി ശ്രീമതി പ്രസന്ന സംസാരിച്ചതിന്. പ്രസന്ന ഈ ഫ്ലാറ്റിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്, വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷമാകുന്നു. അപ്പോൾ ഈ ഫ്ലാറ്റിൽ പ്രസന്ന താമസിക്കുന്ന ഈ ഫ്ലാറ്റിന് 4C എന്ന് പറഞ്ഞ അഡ്രസ്സിൽ 9 പേരാണ് ഹരിശ്രീ എന്ന സ്കൂളിൽ വരുന്ന വോട്ടർ പട്ടികയിൽ അവരുടെ പേരുള്ളത്. നമ്മൾ ചോദിച്ച പേരുകൾക്ക് പുറമെ 3-4 പേര് കൂടിയുണ്ട്. അപ്പോൾ ആ ഫ്ലാറ്റിൽ, ആ പേരിൽ, ആ വിലാസത്തിൽ ആരും താമസിച്ചിട്ടില്ല. അപ്പോൾ ഈ പേരുള്ള ഈ വിലാസം എവിടെ നിന്ന് വന്നു? സ്വാഭാവികമായും ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രേഖാമൂലം പരാതി അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. രേഖാമൂലം പരാതി നൽകിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. ഇനി സ്വാഭാവികമായും ഇത് വലിയ ചർച്ചയാകുന്നുണ്ട്. ഇത് ഒരൊറ്റ കേസാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇതൊരൊറ്റ ഉദാഹരണം മാത്രമാണ്. ഈ രീതിയിൽ വ്യാപകമായി തൃശ്ശൂരിൽ വോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്ന് മുതൽ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു വിഷയമാണ്. ഇനി ഇതിൽ എന്ത് നടപടിക്കാണ് സാധ്യത എന്നുള്ളത് കൂടി നോക്കേണ്ടതാണ്.